റെസിപ്പി ഉപ്പ് നാരങ്ങയിൽ വറ്റിച്ചെടുത്ത മത്തിക്കറിയാണ്. നമ്മൾ പല ടേസ്റ്റിലും മത്തി കറി വെക്കാറുണ്ടെങ്കിലും വളരെ വ്യത്യസ്ത ടേസ്റ്റിലുള്ളൊരു മത്തിക്കറിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1.5 കിലോ ചാളയാണ്. ഈ റെസിപ്പിക്ക് നമുക്ക് ചെറിയ ചാളയും ഉപയോഗിക്കാം. എന്നാൽ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നല്ല നെയ്യൊക്കെ ഉള്ള വലിയ ചാള ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴാണ്. നമ്മൾ ചാളയിൽ പച്ച കുരുമുളക് ചേർത്തും നെല്ലിക്ക ചേർത്തും ഒക്കെ വറ്റിച്ചെടുക്കാറുണ്ട്. എന്നാൽ ഉപ്പിലിട്ട നാരങ്ങയിൽ ചാള വറ്റിച്ചെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 10 ചെറിയ ഉള്ളിയാണ്. ഇതിനൊന്നും പ്രത്യേക അളവുകളില്ല. നമ്മുടെ ഇഷ്ടത്തിന് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഉണ്ട വെള്ളുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുത്തത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 10 ഗ്രീൻ ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനും പ്രത്യേക അളവുകളൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകവും 1 സ്പൂൺ ഉലുവയും എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പിലിട്ട ചെറുനാരങ്ങയാണ്. പുളിക്കനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് 5 നാരങ്ങയാണ്. ഇത് നന്നായി ഒന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലുള്ള കുരുവെല്ലാം എടുത്തു മാറ്റണം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാഴയില കിട്ടുകയാണെങ്കിൽ ഈ പാത്രത്തിനടിയിൽ വാഴയില വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് വാഴയിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇതിൽ വെക്കുന്നില്ല. ഉപ്പിലിട്ട ലെമണിൻ്റെ കുരുവായോണ്ട് കറിയിൽ ഇതറിയാതെ പെട്ടാലും കറിക്ക് കയ്പൊന്നും വരില്ല. എന്നാൽ കഴിക്കുന്ന ടൈമിൽ ഇതറിയാതെ കടിക്കാതെ ഇരിക്കാൻ നമുക്കിതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് വെള്ളുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ലെമണിന് ഉപ്പുള്ളതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫിഷ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഫിഷിന് മുകളിൽ മസാല എല്ലാം നന്നായി കവർ ചെയ്തെടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഇത് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഉടയാത്ത വിധം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. വാഴയില നമ്മൾ ഇതിനടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിൽ ലെമൺ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ചു. ഇനി 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് ഉലുവയും ജീരകവും പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം.
2 മിനിറ്റിന് ശേഷം ഫിഷ് ഒന്നും ഉടയാത്ത വിധം ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഈ ടൈമിൽ നമുക്ക് അടുപ്പും ഓഫ് ചെയ്യാം. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോ മിസ്സായതുകൊണ്ട് എനിക്കിതിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മുടെ ഉപ്പ് നാരങ്ങയിൽ വറ്റിച്ചെടുത്ത അടിപൊളി ടേസ്റ്റിലുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.